പെരുന്നാളും ഓണവും ക്രിസ്മസും നബിദിനവും അല്ലെങ്കിൽ ഈസ്റ്റർ പല ആഘോഷങ്ങളും എല്ലാവരെയും പോലെ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ആഘോഷിക്കുന്നൊരു സാധാരണ മലയാളിയാണ് ഞാൻ. അതേപോലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാവരും. അപ്പോൾ ചില പരാമർശങ്ങൾ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് പറയുന്നതെങ്കിലും അതിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ സിൻസാറുൽ ഹുദവി എന്ന് പറയുന്ന ഒരു പ്രാസംഗികൻ്റെ ഒരു പ്രസംഗം, അതിൽ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾ ഗർഭിണിയായി കഴിഞ്ഞാൽ കഴിവതും മുസ്ലിം ഡോക്ടർമാരെ തന്നെ കാണിക്കണം. അഥവാ മുസ്ലിം ഡോക്ടർമാർ കുറച്ച് ദൂരെയാണുള്ളതെങ്കിൽ പറ്റുമെങ്കിൽ കുറച്ച് പൈസ ചിലവായാലും അവിടെ പോയി കൊണ്ട് കാണിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് ദീനാണെന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. ഓക്കെ, ദീനാണ്, ശരി തന്നെയാണ്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ മലയാളിയുടെ കുടുംബത്തിൽ, ഒരു മുസ്ലിം കുടുംബത്തിൽ ചിലപ്പോൾ വലിയ പ്രൈവറ്റ് ആശുപത്രിയിലോ വലിയ സ്വകാര്യ ആശുപത്രിയിലോ ഒന്നും കൊണ്ടുപോയിട്ട് ചികിത്സിക്കാനൊന്നും പറ്റൂല. അവരൊക്കെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ക്ലിനിക്കുകളിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ പോയിട്ട് മുസ്ലിം ഡോക്ടറുണ്ടോ എന്ന് പറഞ്ഞ് തെരഞ്ഞു പിടിച്ച് നടക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഈ ദീന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളോടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തെ വിമർശിച്ച് സംസാരിച്ചപ്പോൾ കുറേ ആൾക്കാർ എന്നെ തെറി വിളിക്കുകയും കുറേ ആൾക്കാർ നീ മുസ്ലിമാണോ, മുസ്ലിങ്ങളോടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ കുറേ വിദ്വാന്മാരോട് പറയാനുള്ളൊരു കാര്യം എനിക്ക്, ഇതേ വിഷയം BJPയുടെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ് പറയുകയാണ്. ഹിന്ദു പെൺകുട്ടികളുടെ, ഗർഭിണിയായ ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം ഡോക്ടറെ കാണാൻ പാടില്ല, അത് നമുക്കെതിരാണ്, നിങ്ങൾ ഹിന്ദു ഡോക്ടറെ തന്നെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെതിരെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ എന്നെ തെറി വിളിച്ച കുറേ മതയോളികൾ അവിടെ എനിക്ക് സപ്പോർട്ടുമായിട്ട് വരും, 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമ്പോൾ ആഹാ, മറ്റുള്ളവർക്ക് വരുമ്പോൾ ഈഹി, ആ ചിന്താഗതി മാറ്റണം. നിങ്ങൾ പറയുന്നത് കേട്ടോ അദ്ദേഹം പറയുന്നത് ദീനാണെന്ന്. ദീനാണ്, ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണം, പറ്റുമെങ്കിൽ കുറച്ച് ദൂരം പോയാലും കുറച്ച് പൈസ ചിലവായാലും മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെപ്പോലുള്ള എന്തെങ്കിലും വിഡിത്തങ്ങളൊക്കെ പറയുന്നവർക്കോ അല്ലെങ്കിൽ ഈ മതം വിറ്റ് ജീവിക്കുന്നവർക്കൊക്കെ പറ്റുമായിരിക്കും. കാരണം ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമാതിരി തേടി പിടിച്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റൂല. അവരവിടെ മതമോ ജാതിയോ നോക്കില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന കേരളത്തിലല്ലേ. എല്ലാവരും, ഞാൻ ചോദിക്കട്ടെ, എത്ര പേരാണ് ഇസ്ലാമികമായിട്ട് ഇസ്ലാമിക കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഇവിടെ ജീവിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല ആരും ഉണ്ടെന്ന്. 5 നേരം നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിം ആവുമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊന്നും മുസ്ലിം ആവൂല. അതിനൊരുപാട് കർമ്മങ്ങളും ചെയ്യണം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി 5 നേരം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്ന ചില നല്ല ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ വിമർശിച്ചാൽ കുഴപ്പമില്ല. ഇത് കുറേ മതയോളികൾ എന്നും കേൾക്കാതെ എന്നങ്ങോട്ട് വിമർശിക്കുകയാണ്. അത് ഉസ്താദ് പറഞ്ഞത് ദീനാണ്. ദീന് പറയണമെങ്കിൽ അത് പള്ളിയിൽ പോയിട്ട് പറയണം, അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് മൈക്കും വെച്ചിട്ടല്ല പറയേണ്ടത്. ഇമാതിരി ദീന് മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണം, അല്ല മറ്റു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ പ്രസവം ഉണ്ടാവൂലേ? അപ്പോൾ ഇത്തരം വിഡിത്തങ്ങൾ പറയുമ്പോൾ നമ്മൾ എതിർക്കും, മനസ്സിലായില്ലേ? ഞാനല്ല, ഒരുവിധപ്പെട്ട എല്ലാവരും എതിർക്കും. അപ്പോഴേ അതിനെ വിമർശിക്കാൻ വരുന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിക്കുക, അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവരെ തന്നെ കാണിക്കാൻ നോക്കണം. ഇതെന്താണ്, എല്ലാവർക്കും കാണിക്കാൻ പറ്റൂലടോ. പാവങ്ങളുണ്ട്, അവർക്ക് ഈ സഹകരണ ആശുപത്രിയും ഗവൺമെൻറ് ആശുപത്രിയൊക്കെ ഉള്ളൂ. അവിടെ പോയിട്ട് നിങ്ങൾ മുസ്ലിം ഡോക്ടറാണോ, എൻ്റെ ഭാര്യേനെ മുസ്ലിം ഡോക്ടറെ ഞാൻ കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മുസ്ലിമിൻ്റെ ബ്ലഡേ വേണോ എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തമാണോ, വിഡ്ഢിത്തം. ഇത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? 21ാം നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനൊക്കെ പഠിക്കുക, അത്രയേ ഉള്ളൂ.